ഇന്നത്തെ വീഡിയോ ചങ്ങലമ്പരൻ്റെ കുറിച്ചാണ്. ചങ്ങലമ്പരണ്ട എന്ന് പറയുന്നതാണ് ഇത്. ഇതിന് 4 സൈഡ് ഉണ്ടാവും. 1 2 3 4 സ്ക്വയർ ആയിട്ടിരിക്കും. ഇത് അസ്ഥി സംയോജിത എന്ന് സംസ്കൃതത്തിൽ പറയുന്ന ഒരു ചെടിയാണ്. ഇക്കാലത്താണ് പ്ലാസ്റ്ററും എക്സ്റേയും എല്ലാം ഒടിഞ്ഞു കഴിഞ്ഞാലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പണ്ട് കാലത്ത് ഇതൊന്നും ഉണ്ടായില്ലാത്ത കാലത്ത് ഈ ചങ്ങലമ്പരണ്ട എടുത്ത് അതിൻ്റെ ചതച്ച് അതിൻ്റെ നീരിൻ്റെ കൂടെ വേറെ 1 2 സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടാണ് എല്ലുകൾ കൂട്ടിയിരുന്നത്. പണ്ട് എല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന എല്ല് 2 കഷ്ണം എല്ല് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂടും. അതല്ല ഇങ്ങനെ വെച്ച് കൂട്ടിക്കഴിഞ്ഞിട്ടില്ല അങ്ങനെ കൂടും. അത്രയ്ക്ക് കൂട്ടാനുള്ള ശക്തി ഉണ്ടായിരുന്നു. പണ്ടത്തെ ആയുർവേദ വൈദ്യന്മാർ എല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ചങ്ങലമ്പരണ്ട കൊണ്ടുള്ള ചികിത്സയാണ്. അസ്ഥി സംയോജിത എന്നുള്ള പേര് തന്നെ വന്നത് ചങ്ങലമ്പരണ്ടയ്ക്ക് അസ്ഥിയെ സംയോജിപ്പിക്കാനുള്ള ഇത് കൊണ്ടാണ്. അപ്പോൾ ഈ ചങ്ങലമ്പരണ്ട ഇവിടെ 4 ടൈപ്പ് ചങ്ങലമ്പരണ്ടയുണ്ട്. ഒന്ന് 4 സൈഡുള്ളത്, പിന്നെ ഉരുണ്ടിട്ടുള്ളത്, ഇതിന് ഒരു സൈഡുള്ളൂ, ഉരുപരണ്ട, പിന്നെ ഇരുപരണ്ട. ഇരുപരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡുള്ളത്. ഇത് 2 സൈഡാണ്. അതിന് ഉരുണ്ടിരിക്കുന്നത് ഉരുപരണ്ട, 2 സൈഡുള്ളത് ഇരുപരണ്ട. ഇനി മുപ്പരണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സാധനമുണ്ട്. ഇതിനെ 3 സൈഡാണുള്ളത്. അപ്പോൾ അതിന് മുപ്പരണ്ട എന്ന് പറയും ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു പരണ്ടയും ഇരുപരണ്ടയും മുപ്പരണ്ടയും ആയുർവേദത്തിൽ ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ള ഇതാണ്. അപ്പോൾ ഇത് 3ഉം 4 സൈസ് ചങ്ങലമ്പരണ്ട ഇവിടെ ഞാൻ വളർത്തുന്നുണ്ട്. ഞാൻ ചങ്ങലമ്പരണ്ട കൊണ്ട് എണ്ണ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. ഒടിവ്, ചതവ്, ഉളുക്കിനെല്ലാം വേണ്ടിയാണ് ഈ ചങ്ങലമ്പരണ്ട. വ്യാവസായികമായിട്ട് കണ്ടമാനം കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് നീരെടുത്ത് അതിൻ്റെ കൂടെ വേറെ മരുന്നുകൾ ചേർത്ത് വൈദ്യന്മാരെ കൊണ്ട് ഇവിടെ നിർത്തി ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നല്ല റിസൾട്ടാണ്, അതിന് നല്ല മാർക്കറ്റും ഉണ്ട്. ഇത് കൂടാണ്ട് ചങ്ങലമ്പരണ്ടയുടെ ഔഷധ ഗുണങ്ങളും ബാക്കിയുള്ളതും അറിയണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം. പഴനി, കോയമ്പത്തൂർ, ഇങ്ങനെയുള്ള പൊള്ളാച്ചി ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് ഈ ചങ്ങലമ്പരണ്ട കെട്ടായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. ഒരു കെട്ടിന് 20 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. വൈകുന്നേരം അവിടുത്തെ തമിഴ്നാട്ടിലെ സ്ത്രീകൾ മാർക്കറ്റിൽ പോകുമ്പോൾ 1 കെട്ടോ 2 കെട്ടോ ചങ്ങലമ്പരണ്ട മേടിച്ചുകൊണ്ട് പോയിട്ട് അവർ വീട്ടിൽ കൊണ്ട് പോയി ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെടുത്ത് അരിഞ്ഞ് 3-4 കൂട്ടം മരുന്നുകൾ മാതിരി ഉണ്ടാക്കും. മരുന്നല്ല, ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് മരുന്ന് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മുടെ മരുന്ന്. അപ്പോൾ ഈ ചങ്ങലമ്പരണ്ട സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് ആരോഗ്യമില്ലാണ്ട് അവർക്ക് ക്യാൻസറും ബാക്കിയുള്ളതൊക്കെ വരും തുടങ്ങി. അതേ സമയത്ത് തമിഴ്നാട്ടിൽ ജനസംഖ്യ കൂടുതലാണെങ്കിലും ഇവിടത്തിലും കൂടുതലാണെങ്കിലും അവർക്ക് രോഗങ്ങളൊന്നുമില്ല. അവർ കഴിക്കുന്നതൊക്കെ വിഷമില്ലാത്തതും നല്ലതുമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്. അത് ചമ്മന്തി ഉണ്ടാക്കും, അവിയലുണ്ടാക്കും. ഇതുകൊണ്ട് കരി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും. കരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങലമ്പരണ്ട അരിഞ്ഞ് എണ്ണയിലിട്ട് വറുത്ത് അത് കറുത്ത് വരുമ്പോൾ അതിനെ പൊടിച്ച് കരിയാക്കി അകത്തോട്ട് കഴിക്കും. ഇതിൻ്റെ ചങ്ങലമ്പരണ്ട കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും. അതും സാധാരണ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന മാതിരി ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ചങ്ങലമ്പരണ്ട എടുത്ത് വറുത്ത് അതിൻ്റെ കൂടെ ഇത് ഉഴുന്നും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് പൊടി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അത് തമിഴ്നാട്ടിൽ ചങ്ങലമ്പരണ്ട പൊടിയും കിട്ടും. ഇപ്പോൾ ഒരാൾക്ക് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് പുരട്ടാനുള്ള എണ്ണയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേ. അകത്തോട്ട് കഴിക്കാനുള്ള ചങ്ങലമ്പരണ്ടയുടെ കരി, ചമ്മന്തി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി, അവിയൽ, ഇങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇതിൽ നിന്നുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അസ്ഥികൾക്ക് ബലം കൂടും. അതാണ് ഇത്. പിന്നെ ഇതിൽ എന്ത് ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കണം. പകുതി അറിഞ്ഞിരുന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല അബദ്ധങ്ങളും പറ്റും. ഈ ചങ്ങലമ്പരണ്ട പച്ച യാതൊരു കാരണവശാലും കഴിക്കരുത്. വായ ചൊറിയും, വയറ്റിളക്കം വരും പച്ച കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് അരിയുമ്പോൾ തന്നെ കയ്യിൽ എണ്ണ പുരട്ടിയിരിക്കണം. അത് കൂടാതെ കൊണ്ട് ഗ്ലൗസ് ഇടാൻ പറ്റണമെങ്കിൽ ഗ്ലൗസ് ഇടണം. ഇത് അരിഞ്ഞിട്ടിട്ട് വെള്ളത്തിൽ കൈയിട്ട് കൈ ചൊറിയും, വായിൽ ചൊറിച്ചിൽ വരും, വയറ്റിളക്കം വരും. അപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ അതിൽ ആളുകളോട് പറയാറുണ്ട്, അതിൻ്റെ കൂടെ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ചേർക്കേണ്ട ഐറ്റത്തിൽ 1 പുളി നിർബന്ധമായിട്ട് ചേർത്തിരിക്കണം. പുളി ചേർക്കാതെ കൊണ്ട് ചങ്ങലമ്പരണ്ട ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പണ്ടത്തെ വൈദ്യന്മാർ കെട്ടിയിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കെട്ടുന്ന സമയത്ത് ഇതിൽ ചതച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കോഴിമുട്ടയുടെ
വെള്ളയും ചെന്നിയായൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കെട്ടിയിട്ടാണ് ഈ അസ്ഥിയെ യോജിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ചങ്ങലം വരണ്ട 4 ടൈപ്പ് ചങ്ങലം വരണ്ട നിങ്ങൾ കണ്ടു. അപ്പോൾ ഇത് വീട്ടിൽ കൃഷി ചെയ്യാം. ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതൽ വരിക. ഇതിന് വെള്ളമൊന്നും കാര്യമായിട്ട് വേണ്ട, മുകളിലോട്ട് കയറി പോയിക്കോളും. അപ്പോൾ തണ്ടും ഇലയും പച്ചയ്ക്ക് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് 1.5 സ്പൂൺ വീതം തന്നെ അത്രയും തന്നെ തേനും ചേർത്ത് ദിവസവും 2 നേരം 3 നേരമോ കഴിച്ചാൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ക്രമം തെറ്റിയുള്ള ആർത്തവം ശരിയാവും. അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് ഏറെ നല്ലത്. ചങ്ങലം വരണ്ട കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം, ചങ്ങലം വരണ്ട അവിയലുണ്ടാക്കാം, ചങ്ങലം വരണ്ട കഞ്ഞി ഉണ്ടാക്കാം, ചങ്ങലം വരണ്ട തോരൻ ഉണ്ടാക്കാം, ചങ്ങലം വരണ്ട കരിച്ചെടുത്ത് കരി എന്ന ഉപ്പ് ഉണ്ടാക്കാം, ചങ്ങലം വരണ്ട തൈലം ഉണ്ടാക്കാം. ചങ്ങലം വരണ്ട കിളുന്ത് തണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ചൊറിച്ചിൽ ഉണ്ടാവുന്നതാണ് ചങ്ങലം വരണ്ട. പച്ചയായി യാതൊരു കാരണവശാലും കഴിക്കരുത്. ഇത്രയുമാണ് ഈ ചങ്ങലം വരണ്ടയെ കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.